അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അധ്യായം 49 സൂറത്തുൽ ഹുജറാത്ത്. അറകൾ. മദീനയിൽ അവതരിച്ചത്. സൂറത്തുൽ ഖിതാൽ യുദ്ധത്തിന്റെ അധ്യായം എന്നുകൂടി പേരുള്ള സൂറത്ത് മുഹമ്മദിൽ യുദ്ധസംബന്ധമായ പല കാര്യങ്ങളും അള്ളാഹു വിവരിച്ചു. പിന്നീട് വിജയത്തിന്റെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിൽ വിജയത്തിന്റെ മാർഗങ്ങളും നേട്ടങ്ങളും വിവരിച്ചു. തുടർന്നുകൊണ്ട് ഈ അധ്യായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ അനുയായികളും തമ്മിലും സത്യവിശ്വാസികൾ തമ്മിലും എങ്ങനെ വർത്തിക്കണമെന്ന് വിവരിക്കുന്നു. ഏതൊരു സമുദായത്തിന്റെയും കെട്ടുറപ്പും നിലനിൽപ്പും അഭിവൃദ്ധിയും പുരോഗതിയുമെല്ലാം തന്നെ ആ സമുദായത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന നേതൃത്വത്തിന്റെയും ആ നേതൃത്വത്തിന് കീഴിൽ നിലകൊള്ളുന്ന സമൂഹത്തിന്റെയും ഗുണങ്ങളെ ആശ്രയിച്ചിരിക്കും. നേതൃത്വം സമർത്ഥവും തൃപ്തികരവുമായതായിരിക്കണം. സമൂഹമാകട്ടെ നേതൃത്വത്തോട് കൂറും മതിപ്പും പുലർത്തുന്നതും അച്ചടക്കത്തോടും അനുസരണയോടും പരസ്പര സ്നേഹത്തോടുകൂടി വർത്തിക്കുന്നതുമായിരിക്കണം. ഏതൊരു സമൂഹത്തിനും അതിന്റെ നേതാവിനോടുണ്ടായിരിക്കേണ്ടതിനേക്കാൾ കവിഞ്ഞതാണ് മുസ്ലിം സമുദായത്തിന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബാധ്യത. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. സൂറത്തുൽ അഹ്സാബ്. നബി സത്യവിശ്വാസികളോട് അവരുടെ സ്വന്തം ദേഹങ്ങളെക്കാളും ബന്ധപ്പെട്ട ആളാണ്. സൂറ അഹ്സാബിലെ ഈ വചനത്തെ പറ്റി അവിടെ വിവരിച്ചിട്ടുള്ളത് ഓർക്കുക. ഈ സൂറത്തിലും ഇത് സംബന്ധമായി പലതും കാണാവുന്നതാണ്. സൂറത്തിന്റെ ആദ്യ ഭാഗം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്ലിം സമുദായം സ്വീകരിക്കേണ്ടുന്ന മര്യാദകളെ കുറിച്ച് വിവരിക്കുന്നു. അതോടുകൂടി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥാനപദവികൾ മറ്റാർക്കും ഉണ്ടാകാവതല്ലെങ്കിലും എല്ലാ കാലത്തും മുസ്ലിം സമുദായം അവരുടെ പൊതു നേതാവിനോടും ഓരോ സംഘവും ആ സംഘത്തിന്റെ നേതാവിനോടും എങ്ങനെ പെരുമാറണമെന്നുള്ളതിന്റെ പ്രായോഗിക മാതൃക കൂടി അതിൽ അടങ്ങിയിരിക്കുന്നത് കാണാം. ഖുർആന്റെ സാധാരണ പതിവ് പോലെ തന്നെ ഈ അധ്യായത്തിലും വലിയ ബുദ്ധിമാന്മാർക്ക് മാത്രം മനസ്സിലാക്കാവുന്ന അതിഗഹനങ്ങളായ കുറെ തത്വങ്ങൾ സമർപ്പിക്കുകയല്ല അള്ളാഹു ചെയ്തിരിക്കുന്നത്. സാധാരണക്കാർക്ക് പോലും വേഗത്തിൽ മനസ്സിലാക്കാവുന്നതും പ്രായോഗിക രംഗത്ത് എല്ലാവർക്കും ഒരുപോലെ സ്വീകരിക്കുവാൻ കഴിയുന്നതുമായ ചില കാര്യങ്ങളാണ് അള്ളാഹു വിവരിച്ചിരിക്കുന്നത്. അതേസമയത്ത് ചിന്തകന്മാരായ ആളുകൾക്ക് അവ ഓരോന്നിലും ഗൗരവമേറിയ തത്വവിജ്ഞാനങ്ങൾ അടങ്ങിയിട്ടുള്ളതായി കാണാവുന്നതുമാണ്.